ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ വീശാതെ അടിക്കാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഞാനിതൊരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, അപ്പം വലിയ കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ധൈര്യത്തിൽ ഞാൻ രണ്ടാമതും ഒന്നും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു മുട്ടയും ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് 240 ml ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി അതിനകത്തൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം നമുക്കിങ്ങനെ തളിച്ച് വേണം അതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അതുമല്ല, ഇവിടെ ക്വാണ്ടിറ്റിയും കുറവാണല്ലോ. 1 കപ്പ് മൈദയല്ലേ എടുത്തിട്ടുള്ളൂ. വെള്ളം കൈ കൊണ്ട് തന്നെ തളിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ പണി പാളും കേട്ടോ. അപ്പോൾ കൂടിപ്പോകാതെ തളിച്ച് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കൈ കൊണ്ട് തന്നെ നമുക്കൊരു 5-10 മിനിറ്റ് ഇങ്ങനെ കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെക്കുക. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചേക്കാം. എത്ര സമയം നമ്മൾ കൂടുതൽ ഇത് മൂടി വെക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ അധിക സമയമൊന്നും മൂടി വെച്ചില്ലായിരുന്നു, എങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പം ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചു. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുഴച്ചെടുത്ത മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഉരുളകളാക്കിയപ്പോൾ എനിക്കൊരു 4 ഉരുളയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ 1 കപ്പ് മാവ് 240 ml ഒരു കപ്പ് മാവാണ് എടുത്തത്. അപ്പോൾ ഒരു 4 ഉരുള, അതായത് 4 പൊറോട്ട. ചെറിയ പൊറോട്ടയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര വലിയതൊന്നുമല്ല, ചെറിയ പൊറോട്ട ഒരു 4 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തത്തില്ലേ, അതുപോലെ നമ്മൾ ആദ്യമേ ഒരു റബ്ബർ ഷീറ്റിലാണ് ഇത് പരത്തുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ഒരു ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഇവിടെ ഷേപ്പൊന്നും നമുക്ക് നോക്കണ്ട, നൈസായിട്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാടങ്ങ് വലുതാക്കിയും വേണ്ട കേട്ടോ, കാരണം ലാസ്റ്റ് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് പരത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഷേപ്പൊന്നുമില്ല. നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം, കാരണം ലാസ്റ്റേ നമുക്ക് ഷേപ്പിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യമേ നമുക്കിതൊന്ന് പരത്തി മാറ്റി വെക്കാം. ഷേപ്പൊന്നും നോക്കണ്ട, ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ.
ഇപ്പോൾ 2 ഞാൻ പരത്തിയിട്ടുണ്ട്. അപ്പം രണ്ടാമത് പരത്തിയതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടിയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പരത്തിയ മാവുണ്ടല്ലോ, അതെടുത്തതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി ബാക്കി 2 ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് പരത്തിയെടുക്കുക അതുപോലെ. ആദ്യം കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പ് നോക്കണ്ട കേട്ടോ, ഷേപ്പിലൊന്നും കാര്യമില്ല, അത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും. മുമ്പ് ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അന്ന് നന്നായിട്ട് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. എപ്പോഴും ഫെയിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ രീതിയിൽ ചെയ്തപ്പോൾ അത് കിട്ടി. അപ്പോൾ വിചാരിച്ചു, ഇന്നലെ മോള് പറഞ്ഞു അവൾക്ക് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും വേണമെന്ന്. അപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെയാണ് ഈ പരത്തുന്നത് കേട്ടോ, 4-മത്തെ. ഇതൊരു നല്ല മെത്തേഡാണ് കേട്ടോ. നമുക്ക് വീശി അടിക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ മുകളിൽ ഓയിലും പുരട്ടി മൈദ ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് പരത്തിയത് എടുത്ത് വെച്ച് ഇതെല്ലാം കൂടെ ഒരു ലെയറായിട്ട് ഒന്ന് വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് പരത്താനി. ഇതിനെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പം 4 നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം കൂടുതൽ വയ്ക്കുന്നോ അത്രയും ലെയർ നമുക്ക് കിട്ടും. ഇവിടെ മാവ് ഞാൻ കുറച്ചല്ലേ എടുത്തുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. പെട്ടെന്ന് വരും കേട്ടോ, പെട്ടെന്ന് ചുരുട്ടിയെടുക്കാം നമുക്ക്. അതിനെ ഒന്നും കൂടെ ഒന്ന് വലിച്ച് നീട്ടിയെടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് കത്തി കൊണ്ട് എത്ര പീസാക്കണോ അത്രയും പീസാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ 5 പീസാക്കിയിട്ടുണ്ട് കേട്ടോ. 5 പൊറോട്ട നമുക്കിവിടെ ലെയറുണ്ട്, കണ്ടാൽ നല്ലറിയാം, കുറച്ച് ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നിനെയും പരത്തി ചുട്ടെടുത്താൽ മാത്രം മതി. ഇപ്പം 5 നമുക്ക് 1 കപ്പ് മാവ് എടുത്തപ്പോഴത്തേക്കും നമുക്ക് 5 കിട്ടിയത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഇപ്പം കണ്ട റൗണ്ടിന് കിട്ടുന്നുണ്ടല്ലോ. ആദ്യം നമ്മൾ പരത്തുമ്പോൾ അങ്ങനെ ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് നമുക്കത് ഷേപ്പിൽ കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്കിതിനെ ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുക്കാം. കല്ലിൽ ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യത്തെ ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ശരിയാവുന്ന നേരം കൊണ്ട് നമുക്ക് അടുത്തത് ഇതുപോലെ പരത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സൈഡൊന്ന് റെഡിയായി വരട്ടെ. ഞാൻ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഗ്രീൻ പീസ് കറി വെച്ചത്. ഗ്രീൻ പീസ് കറി വെച്ചിട്ട് വന്നിട്ടാണ് പിന്നീട് മാവ് ഉരുളകളാക്കി ചുടാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള പൊറോട്ടയായിരുന്നു. കറി ഗ്രീൻ പീസ് കറി ഇതും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് മുട്ടയും ഒന്നും ചേർക്കില്ലല്ലോ. കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ടേസ്റ്റും ഇതിനേക്കാൾ സോഫ്റ്റുമാണ് കേട്ടോ മാവിനകത്ത്. ഞാൻ പാൽപ്പൊടി ചേർത്തില്ല. പാൽപ്പൊടിയോ പാലോ ചേർത്താൽ നല്ല കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും. എങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തതും ഇട്ട് ഒഴിച്ചിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ ചുട്ടതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇച്ചിരി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് മൊരിച്ചെടുക്കാം. ഞാനിത് ഒരെണ്ണം കല്ലിലിടുന്ന സമയത്ത് അടുത്തത് പരത്തി വയ്ക്കും കേട്ടോ. അങ്ങനെ ചെയ്തത് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല പൊങ്ങി വരുന്നുണ്ടോ. ഇത് ഓയിലിന് പകരം നമുക്ക് നെയ്യും ചേർത്തു. നെയ്യ് കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും കേട്ടോ. അത് നമ്മൾ മാവിൽ ഓൾറെഡി നെയ്യ് ചേർത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തത്. ഒരുപാട് എണ്ണ വേണ്ടാന്ന് വിചാരിച്ചു. അടുത്തത് ഞാൻ പരത്തി വയ്ക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. അടുത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെയേഴ്സൊക്കെ വരും കേട്ടോ. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്